വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചിത് ശക്തി വിലാസ് എന്നുള്ള ബുക്കിൻ്റെ 2ാം ഭാഗമാണ് നോക്കാൻ പോകുന്നത്. പാർട്ട് 2. ഈ 2ാം ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 25 അധ്യായങ്ങളുണ്ട്. ആ 25 അധ്യായങ്ങളിലും കൂടെ അദ്ദേഹം പറയുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ ധ്യാനം ചെയ്യുന്നതിൻ്റെ ഫലം, അതിൽ എന്തൊക്കെ അനുഭവങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് ഇപ്പോൾ 9 ചാപ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇത് 10ാമത്തെ ചാപ്റ്ററാണ്. കണ്ടിന്യൂസ് ആണ് നമ്പർ ഇട്ടിരിക്കുന്നത്. അപ്പം ചാപ്റ്റർ 10 ആണ് ഇനിസിയേഷൻ. അതിൻ്റെ ഹെഡിങ്ങാണ് ഇനിസിയേഷൻ. ഇനിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് വെച്ചാൽ, അപ്പം നമ്മൾ കുറേ നാളിങ്ങനെ ധ്യാനം ഗുരുവിൻ്റെ അടുത്ത് കേട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഗുരു പറഞ്ഞു തരും. അതുപോലെ കുറേ നാൾ ചെയ്തിട്ട് ഇടയ്ക്ക് നമ്മൾ പോകുമ്പം ഗുരു നമുക്ക് ഒരു ദീക്ഷ തരും. അതാണ് ഇനിസിയേഷൻ എന്ന് പറയുന്നത്. ആ ദീക്ഷ തന്നേ പിന്നീട് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ സാധനകളെല്ലാം ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ പോയി ദീക്ഷ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം സ്വാമി മുക്താനന്ദയുടെ അനുഭവങ്ങൾ, ഇനിസിയേഷൻ്റെ അനുഭവങ്ങൾ. ഇനിസിയേഷൻ എന്ന് വെച്ചാൽ തുടക്കം കുറിക്കുന്നു. തുടക്കം കുറിക്കുന്നതെന്ന് വെച്ചാൽ കുറേ നാൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നു ധ്യാനം, അതിന് പിന്നെ ഉള്ള ഒരു മാറ്റം, അതാണ് ദീക്ഷ, അതാണ് ഇനിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം എപ്പോഴും പോലെ ഗുരുവിനെ വിചാരിച്ച് ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം വരുന്നു, രാവിലെ അവിടെ ആശ്രമത്തിൻ്റെ പുറയിലുള്ള ഹോട്ട് സ്പ്രിങ്ങിൽ പോയി കുളിക്കുന്നു, നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുന്നു. കുളിച്ചേച്ച് വന്ന് ഹാളിലെ ഒരു മൂലയിൽ അദ്ദേഹത്തിന് നോക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത്, എപ്പോഴും ഇരിക്കുന്ന സ്ഥലത്ത് പോയി ഇരുന്നുകൊണ്ട് ഗുരുവിനെ കണ്ട് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അതാണല്ലോ ഇദ്ദേഹത്തിൻ്റെ സ്വാമി മുക്താനന്ദയുടെ പതിവ്. അങ്ങനെ ദിവസം പോലെ ചെയ്തിട്ട് രാത്രിയാകുമ്പോഴാണ് ഇദ്ദേഹം ആശ്രമത്തിലോട്ട്, മറ്റേ സ്ഥലത്തോട്ട് പോകുന്നത്. അദ്ദേഹം എപ്പോഴും താമസിക്കുന്ന ആ സ്ഥലത്തോട്ട് പോകുന്നത്. പകൽ പൂരം ഇവിടെ ഇരിക്കും. അപ്പം രാത്രിയാകുമ്പം നീ ഇന്ന് പോന്നോ എന്ന് ചോദിക്കും. പോന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ഇദ്ദേഹം പോന്നു എന്ന് പറയുമ്പം അങ്ങ് വിട പറഞ്ഞുകൊണ്ട് പോകും. ഗുരുവിൻ്റെ അടുത്ത് വിട വാങ്ങിക്കൊണ്ട് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകും. അതാണ് എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ അന്നൊരു ദിവസം ഗുരു അങ്ങനെ ചോദിച്ചില്ല. ഇദ്ദേഹം അടുത്ത് പോയി നിന്നപ്പം നീ ഇപ്പം പോന്നോ ഒന്ന് ഒരു വാക്ക് ചോദിച്ചില്ല. ചോദിക്കാത്ത കൊണ്ട് ഇദ്ദേഹം വിചാരിച്ചു, എന്ന് ഗുരുദേവ് ചോദിക്കാത്ത സ്ഥിതിക്ക് നമുക്കെങ്ങനെ ഇവിടുന്ന് പോകാനൊക്കും, നമ്മൾ പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കാം എന്ന് അവിടെ തന്നെ അങ്ങ് ഇരുന്നു. അപ്പം അടുത്ത ദിവസം രാവിലെ എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത ദിവസം എന്ന് പറയുന്നത് 1947 ഓഗസ്റ്റ് 15 അപ്പോൾ അന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ദിവസമായിരുന്നു ഈ ഓഗസ്റ്റ് 15 1947 വർഷം എന്ന് പറയുന്നു. അതിനെയാണ് ഇപ്പം വിവരിക്കാൻ പോകുന്നത്. അപ്പം ഈ 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഇന്ത്യ മണ്ണിൽ ജനിച്ച നമുക്ക് എല്ലാവർക്കുമേ ഓസ്പീഷ്യസ് ഡേ ആണ്. എന്താണെന്ന് വെച്ചാൽ അന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിനും ഒരു രീതിയിൽ, അതായത് ആത്മീയതയിൽ വലിയ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായിരുന്നു അന്ന്. അപ്പോൾ രാത്രി അദ്ദേഹം വെളിയിൽ പോയില്ല, ആശ്രമത്തിൽ തന്നെ നിന്നു. അപ്പോൾ അടുത്ത ദിവസം സൂര്യോദയം ആയപ്പം തന്നെ ഗുരുജി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നത് വർണ്ണിക്കുന്ന രീതി നോക്കണേ. അപ്പം ഗുരുജി എപ്പോഴേ ഈ കോണകം മാത്രമേ ഉടുത്തുകൊണ്ട് വരത്തുള്ളൂ, അരക്കെട്ട്. അന്ന് ഒരു കോണകം ഉടുത്തിരുന്നു, ഒരു ഷാള്, ഇങ്ങനെ ഷാളൊന്നും ഇടാറ് ഇല്ല. അപ്പോൾ അന്നൊരു ഷാൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, വെള്ള ഒരു ഷാൾ ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ചെരുപ്പ്. അദ്ദേഹം അങ്ങനെ ആശ്രമത്തിൽ ഇരിക്കുമ്പം ചെരുപ്പൊന്നും ഇടാറേ ഇല്ല. അപ്പോൾ ഇദ്ദേഹം 2 ചെരുപ്പ് ഇട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മരക്കട്ടിലുണ്ടല്ലോ എപ്പോഴും ഇരുന്ന് ധ്യാനിക്കുന്നത്, ആ മരക്കട്ടിൽ നിന്ന് ഇങ്ങനെ നിത്യാനന്ദ ഇങ്ങനെ വരുന്നു. ഭഗവാൻ നിത്യാനന്ദ ഹാളിൽ കൂടെ ഇങ്ങനെ നടന്ന് മുക്താനന്ദയുടെ അടുത്ത് വരുന്നു. പിന്നെയും നടക്കുന്നു, പിന്നെയും അടുത്ത് വരുന്നു, പിന്നെയും വരുന്നു, പോന്നു. ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട്
ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് ആ ഹാളിൽ മൊത്തം ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം മുക്താനന്ദയ്ക്ക് അതിശയമായിരുന്നു. നമ്മുടെ ഗുരുജി ഈ കോണകം അല്ലാതെ വേറൊന്നും എക്സ്ട്രാ ഒന്നും ഇടാറില്ല ദേഹത്ത്. ഈ ചെരുപ്പൊന്നും ഇട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ എന്താ ഈ ഹാളിനകത്തെ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്നേ, എല്ലാം വേറെ മാതിരി ഇരിക്കുന്നല്ലോ ഒന്ന് ഇങ്ങനെ ഇദ്ദേഹം ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഗുരുജി എപ്പോഴും ഇടയ്ക്ക് ഈ തൊണ്ടയിൽ നിന്ന് ഒരു സൗണ്ട് ഉണ്ടാക്കും. അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്നു പുറയിലോട്ട് പോകുന്നു, മുന്നോട്ട് വരുന്നു പുറയിലോട്ട് പോകുന്നു. അങ്ങനെ 1 മണിക്കൂർ ചെയ്തേ പിന്നീട് മുക്താനന്ദയുടെ അടുത്ത് വന്ന് ഗുരുജിയുടെ കൈ കൊണ്ട് മുക്താനന്ദയുടെ ദേഹത്തിനെ തൊട്ടപ്പോഴത്തേക്ക് മുക്താനന്ദയ്ക്ക് ഭയങ്കര ഒരു ആശ്ചര്യം വെച്ചാൽ അതിശയം. ഗുരു എന്നെ തൊടുന്നോ എന്നുള്ള ഒരു വിചാരം. അപ്പോഴത്തേക്ക് ഗുരു ആദ്യം ശാംഭവി മുദ്രയിൽ കണ്ണ് മേളിലോട്ട് നോക്കി വെച്ചിരുന്നു. പിന്നെ കണ്ണുകൊണ്ട് ഗുരു മുക്താനന്ദയുടെ കണ്ണിനകത്ത് ഇങ്ങനെ നോക്കുന്നു. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ദേഹമെല്ലാം അങ്ങ് മരവിച്ച പോലായി. കണ്ണ് ഇങ്ങനെ നിലകുത്തിന്ന് വെച്ചാൽ ഒറ്റ ഇങ്ങനെ നിൽക്കുന്നു. കണ്ണ് അടയ്ക്കാനും വയ്യ, തുറക്കാനും വയ്യ. അങ്ങനെ അത്രയും പവർഫുള്ളായിട്ടുള്ള രശ്മികളാണ് ഗുരുവിൻ്റെ കണ്ണീന്ന് ഇദ്ദേഹത്തിൻ്റെ കണ്ണിനകത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഗുരു ഇങ്ങനെ അടുത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്ക് അപ്പോൾ ഇദ്ദേഹത്തിന് ഒന്നും അറിയാൻ വയ്യ. അങ്ങനെ ദേഹം അങ്ങനെ വിറച്ചു പോയി നിൽക്കുക. എന്തൊക്കെയോ മാറ്റങ്ങൾ നടക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് കണ്ണ് തുറക്കാൻ വയ്യ, അടയ്ക്കാനും വയ്യ. കണ്ണ് അങ്ങനെ തുറന്ന രീതിയിൽ തന്നെ ഇരിക്കുന്നു. ദേഹം അങ്ങനെ അൺകോൺഷ്യസ് എന്ന് വെച്ചാൽ ബോധവേ ഇല്ലാത്ത രീതിയിൽ ആയിപ്പോയി. ദേഹമെല്ലാം അങ്ങനെ കട്ട പിടിച്ച പോലെ അങ്ങനെ ആയി. ഐസ് കട്ടയിൽ കുറേ നേരം നമ്മൾ കൈവച്ചാൽ എങ്ങനെ ഇരിക്കും, മരവിച്ച പോലെയായി. അങ്ങനെ അപ്പോഴത്തേക്ക് ഗുരുദേവ് പതുക്കെ കുറച്ച് പുറയിലോട്ട് പോയി. അദ്ദേഹം കുറച്ച് പുറയിലോട്ട് പോയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ബോധം വന്നു. ആദ്യം ബോധമില്ലാതെ നിന്നതാണ്. പിന്നെ ഗുരുജി കുറച്ചുകൂടെ പുറകെ പോയപ്പോഴത്തേക്ക് ബോധം തെളിഞ്ഞപ്പോഴത്തേക്ക് ഗുരുജി പറഞ്ഞു, അതായത് ഗുരുജിക്ക് ഇതൊക്കെ അറിയാം. ഒരു ഗുരുജി തൊട്ട് കണ്ണി കൂടെ ശക്തി പകരുന്നു എന്നുണ്ടെങ്കിൽ ഇതിന് പേരാണ് നയനദീക്ഷ എന്ന് പറയും. അതായത് 3 വിധത്തിൽ ദീക്ഷകൾ കൊടുക്കും. ഒന്ന് തൊടുദീക്ഷ എന്ന് വെച്ചാൽ തൊട്ട് കൊടുക്കും. ശിരസിൽ അല്ലെങ്കിൽ ഇതിവിടെ 3-ാം കണ്ണ് സ്ഥലത്ത് ആജ്ഞാചക്രത്തിൽ അല്ലെങ്കിൽ ശിരസിൽ അല്ലെങ്കിൽ ദേഹത്തെ എവിടെയെങ്കിലും തൊട്ട് കൊടുക്കുന്നതാണ് തൊടുദീക്ഷ. അത് ഇങ്ങനെ തൊട്ടു ഇവിടെ. അതുപോലെ ഗുരുവിൻ്റെ പവർ അത്രയും കണ്ണീന്ന് മറ്റ് ശിഷ്യൻ്റെ കണ്ണിലോട്ട് പകർത്തും, ശിഷ്യൻ്റെ ദേഹത്തിലോട്ട് പകർത്തും. അതാണ് നയനദീക്ഷ. അപ്പം ഇവിടെ തൊടുദീക്ഷയും നടന്നിട്ടുണ്ട്, നയനദീക്ഷയും നടന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ദീക്ഷ കൊടുത്തു. ഇതാണ് ഇനിസിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോഴത്തേക്ക് അപ്പം ഗുരുവിനറിയാം എത്ര പവർ അകത്ത് ആ ശിഷ്യൻ്റെ ദേഹം താങ്ങാൻ പറ്റുമെന്ന്. അങ്ങനെ ഈ ബോധം കെട്ടിങ്ങനെ നിന്നപ്പം ഗുരുവിന് മനസ്സിലായി നമ്മൾ കൊടുക്കുന്നത് കുറച്ച് കൂടുതലാണ്. അങ്ങനെ ഗുരു പുറയിലോട്ട് പോയപ്പോഴാണ് ഇദ്ദേഹത്തിന് ബോധം തെളിഞ്ഞത്. അങ്ങനെ ബോധം തെളിഞ്ഞപ്പം ചോദിച്ചെന്ന്, ഈ ചെരുപ്പുകൾ നീ എടുത്തോ, നീ ഇട്ടോ, നീ എൻ്റെ ചെരുപ്പ് ഇടുവോ എന്ന് ചോദിച്ചെന്ന്. അപ്പം മുക്താനന്ദയ്ക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. അപ്പം മുക്താനന്ദ പറഞ്ഞെന്ന്, ഗുരുജി താങ്കളുടെ ചെരുപ്പ് എനിക്ക് ഇടാനല്ല, എനിക്ക് പൂജിക്കാനുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ഷാള് ഞാൻ വിരിച്ച് തരാം. അതിൽ ഗുരുജി ചവിട്ടി ആ 2 ചെരുപ്പിനെ അതിനകത്ത് വെച്ചാൽ മതി. ഞാൻ ഇനി ഇത് വെച്ച് പൂജിച്ചോളാം, ഇത് വെച്ച് മെഡിറ്റേഷൻ ചെയ്തോളാം. എനിക്ക് പൂജയ്ക്കായിട്ടാണ് എൻ്റെ ഗുരുജിയുടെ ചെരുപ്പുകൾ, അല്ലാതെ എനിക്കിടാനല്ല. അതായത് ഗുരുജിയുടെ ചെരുപ്പിടാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കില്ല, അതിനെ പൂജിക്കാനാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതിനുള്ള യോഗ്യതയെ ഉള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു. ഞാൻ ഇടത്തില്ല,
അത്രയും വലിയ ആളൊന്നുമല്ല ഞാൻ വർഷിപ്പ് ചെയ്യും. വർഷിപ്പ് എന്ന് വെച്ചാൽ അതിനെ പൂജിക്കും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഷാൾ വിരിച്ച് തരാം എന്ന് പറഞ്ഞ് ഒരു ഷാൾ എടുത്ത് ഇങ്ങനെ വിരിച്ചു. അപ്പം ഗുരുജി തന്നെ ഇടത് കാലം ആദ്യം എടുത്ത് പൊക്കി ആ ഷാളിൻ്റെ പുറത്ത് വെച്ച് ചെരുപ്പിട്ട കാലോട് കൂടി വെച്ചിട്ട് കാലിങ്ങി എടുത്തു. അപ്പം ഇടത് കാലിൻ്റെ ചെരുപ്പ് അവിടെ ആയി. പിന്നെ അതുപോലെ വലത് കാലും പൊക്കി ആ ഷാളിൻ്റെ മേളിൽ വെച്ച് ആ ചെരുപ്പിനെ അവിടെ വിട്ടിട്ട് കാലിങ്ങോട്ട് മാറ്റി. അപ്പോൾ 2 ചെരുപ്പും ആ ഷാളിൻ്റെ മേളിലാണ്. അപ്പം അങ്ങനെ കൊടുത്തു. അപ്പോഴത്തേക്ക് ഗുരുജിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ രശ്മികൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഇദ്ദേഹത്തിൻ്റെ കണ്ണിലെ അങ്ങനെ ചൂട് പറക്കുന്നു, വെളിച്ചം പറക്കുന്നു. ഒരു 1000 വാട്ട് ബൾബിൻ്റെ വെളിച്ചം എങ്ങനെ അതുപോലെ മുക്താനന്ദയ്ക്ക് ഫീൽ ചെയ്യുന്നു, കണ്ണിൽ കൂടെ വെളിച്ചം വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഗുരുജിയുടെ ദേഹത്തു നിന്ന് വരുന്ന ആ രശ്മികളെ അങ്ങനെ പല പല കളറുകളിലാണ് വരുന്നത്. അത് മുക്താനന്ദയ്ക്ക് കാണാൻ പറ്റുന്നു, അത് ഫീൽ ചെയ്യാൻ പറ്റുന്നു, ഉണരാൻ പറ്റുന്നു. അത് ആദ്യം ഗോൾഡൻ കളറിലാവുന്നു, പിന്നെ ചുമന്ന കളറിലാവുന്നു, പിന്നെ നീല കളറിലാവുന്നു. അങ്ങനെ ഒരു തിളങ്ങുന്ന സ്റ്റാറിനെക്കാട്ടിലും ഉള്ള തിളക്കമുള്ള രശ്മികളാണ് ഗുരുവിൻ്റെ ദേഹത്തുനിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മുക്താനന്ദയുടെ ദേഹത്ത് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഗുരു തന്നെത്താനെ പുറയിലോട്ട് വന്നപ്പം ഇദ്ദേഹത്തിന് വീണ്ടും ബോധം തെളിഞ്ഞ് നമസ്കരിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ഈ പാദതൂളികൾ വെച്ചുകൊണ്ട് ഞാൻ പൂജിച്ചോളാം, എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഗുരുദേവ് കേട്ടിട്ട് പുറയിലോട്ട് പോയി 2 പഴം, കുറച്ച് പൂവ്, കുങ്കുമം, ഈ ചന്ദനത്തിരി ഇതെല്ലാം കൊണ്ടുവന്ന് ആ ചെരുപ്പിൻ്റെ മേളിൽ വെച്ചു. ഗുരുജി വെച്ചു. മുക്താനന്ദ ഇങ്ങനെ ഗുരുവോം എന്ന് പറയുന്നതല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യാൻ വയ്യ. അവിടെ അങ്ങനെ സ്തംഭിച്ച് നിൽക്കുവാണ്. അങ്ങനെ അപ്പം ഗുരുജി പറഞ്ഞെന്ന്, ഗുരുവോം എന്നല്ല, ഓം എന്നുള്ള വാക്കിൽ എല്ലാ മന്ത്രങ്ങളും അടങ്ങും. അപ്പം നീ ഒരു കാര്യം ചെയ്യും, നീ നമശിവായ പറ, ഓം നമശിവായ എന്ന് പറ, ശിവോഹം എന്ന് പറ എന്ന് ഈ 2 വാക്കുകൾ പറഞ്ഞു കൊടുത്തു. അപ്പം തൻ്റെ 2 പാദതൂളികൾ ഭക്തന് കൊടുത്തു, മന്ത്രവും എടുത്തു കൊടുത്തു. ഇപ്പം കൊടുക്കുന്ന ഇത് വേറെ ഒരു മന്ത്രം, ഓം നമശിവായ എന്ന് പറ, നീ ശിവോഹം എന്ന് പറ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് ബാബാജി പതുക്കെ ഇങ്ങനെ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദം ഇട്ടുകൊണ്ട്, നീ പോകാം എന്നിങ്ങനെ സിഗ്നൽ കൊടുത്തു, കൈ കൊണ്ട് നീ പോ എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിനാണെങ്കിൽ സന്തോഷം. എന്താണെന്ന് വെച്ചാൽ ഈ ഭഗവാൻ നിത്യാനന്ദയെ കാണാൻ കാശുള്ളവർ വരും, കാശില്ലാത്തവർ വരും, വലിയ വലിയ ബിസിനസ്മാൻ വരും, മെഡിറ്റേഷൻ ചെയ്യുന്നവർ വരും, ചെയ്യാത്തവർ വരും, അവരോട് പാടും ദുരിതം പറയാൻ വരും, അതിനൊരു പോംവഴി കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ഗുരുവിനെ കാണാനും സംസാരിക്കാനും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഗുരുജിയുടെ ഭക്തനായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം മുക്താനന്ദ വിചാരിക്കുന്നത്, എത്രയും വലിയ വലിയ ആൾക്കാരെല്ലാം എൻ്റെ ഗുരുനാഥനെ വന്ന് കാണുന്നു, സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നു, അവരെയെല്ലാം വിട്ടേച്ച് ഒന്നുമില്ലാത്ത എനിക്കാണല്ലോ എൻ്റെ ഗുരുജിയുടെ പാദതൂളികൾ ചെരുപ്പിനെ എനിക്കാണല്ലോ തന്നത്, അപ്പം ഞാൻ എന്ത് വലിയ ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞ് വിചാരിച്ചു. ഞാൻ കൊള്ളാം, ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണെന്നാണ് എന്നെ വിചാരിച്ചത്, പക്ഷേ എനിക്കിന്ന് കിട്ടിയ ഭാഗ്യം വേറെ ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിൽ വിചാരിച്ച് സന്തോഷപ്പെടുന്നു. അപ്പം മുക്താനന്ദ പറയുക, എൻ്റെ ഗുരുജി എന്ന് പറയുന്നത്, എൻ്റെ ഗുരുനാഥൻ ഗുരുദേവ് എന്ന് പറയുന്നത് ഒരു അവധൂതനാണ്. എൻ്റെ ഗുരുജി ഒരു അശുതോഷാണ്. ഈ അശുതോഷ് എന്ന് പറയുന്നത് അതൊരു സാൻസ്ക്രിറ്റ് വാക്കാണ്. അതിൻ്റെ അർത്ഥം എളുപ്പത്തിൽ പ്രീതി ചെയ്യാൻ ഒക്കുന്ന ആളാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു ചെറിയ സഹായം ചെയ്താലും അതിലങ്ങ് പ്രീതിയാകും, അത് സന്തോഷപ്പെടും. അതാണ് അശുതോഷ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം.
അപ്പം ശിവന് ഒരു പേരുണ്ട് അശുതോഷ്. അപ്പം ഇദ്ദേഹം പറയുന്നത് എൻ്റെ ഗുരു അശുതോഷാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്ത് വലുതായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ തിങ്കളാഴ്ച വ്രതമിരിക്കും, പിന്നെ ഗുരുജിയുടെ മന്ത്രം പറഞ്ഞ് ഗുരുജിയെ ഞാൻ ധ്യാനിക്കും. അല്ലാതെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരു വകയും ചെയ്തില്ല. എന്നിട്ട് ഗുരുജി എനിക്ക് ഗുരുജിയുടെ 2 ചെരുപ്പുകൾ കൊണ്ട് തരുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വലിയ ഭാഗ്യവാനാണ് എന്ന് തിരിച്ചും ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അതായത് ശിവനെ പറയും അല്പപ്രസാദി എന്ന്. അല്പപ്രസാദി എന്ന് പറഞ്ഞാൽ ശകലം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, ശിവൻ ഓടി വരും എന്തോ വരം വേണമെന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ മഹാവിഷ്ണു അങ്ങനെയല്ല. മഹാവിഷ്ണുവിന് ഒരുപാട് തപസ്സിരുന്നാലേ മഹാവിഷ്ണു ഇറങ്ങി വരത്തുള്ളൂ. പക്ഷേ ശിവൻ അങ്ങനല്ല എന്നൊക്കെ ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ പറഞ്ഞ് അല്പപ്രസാദി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥമാണ് ഈ അശുതോഷ്. അങ്ങനെ മുക്താനന്ദ നിത്യാനന്ദ ഗുരുജിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നു. അവധൂതാണ്, അശുതോഷാണ്, ഞാൻ ഒന്നും ചെയ്യാതെ എന്നെ ഇത്രയൊക്കെ എനിക്ക് ഭാഗ്യം തന്നല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഗുരുദേവ് ഇപ്പം 2 മന്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തുവാ? ശിവോഹം, ഓം നമ ശിവായ, ഈ 2 മന്ത്രങ്ങൾ തന്നു. അതുമാത്രമല്ല ഗുരു ഒരു നീല കളർ ഷാൾ എടുത്ത് മുക്താനന്ദയുടെ പുറത്തോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഷാളും ഇട്ട് ഈ മന്ത്രങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് മുക്താനന്ദയുടെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും മാറി. മായ അദ്ദേഹത്തിനടുത്തുനിന്ന് അങ്ങ് കംപ്ലീറ്റായിട്ട് വിലകി മാറി. ക്ലാരിറ്റി കിട്ടി, എല്ലാം നല്ല ക്ലിയർ ആവുന്നു. അതൊക്കെയാണ് ഈ ഇനിസിയേഷന് ഉള്ള ഗുണങ്ങൾ. ഒരു ഗുരു വന്ന് കണ്ണുവഴി നയനദീക്ഷ കൊടുത്ത് ഗുരുവിൻ്റെ ശക്തിയെ മൊത്തം ശിഷ്യന് പകർത്തുന്നു എന്ന് പറയുന്നതൊന്നും കളിച്ച കാര്യമല്ല. അപ്പോൾ ഇത്രയൊക്കെ കിട്ടിയപ്പം ഈ ഐ ആൻഡ് മൈൻഡ് എന്ന് വെച്ചാൽ ഈ സാധാരണപ്പെട്ടവർക്കെല്ലാം ഞാൻ വലുത്, ഈ ഈഗോ, അഹങ്കാരം, അതൊക്കെയാണ് കൂടുതൽ. അതേമാതിരി മൈൻഡ് എന്ന് വെച്ചാൽ ഇത് എൻ്റെ കൊച്ച്, ഇത് എൻ്റെ ഭർത്താവ്, ഇത് എൻ്റെ വീട്, ഇത് എൻ്റെ തുണി, എൻ്റെ സാരി, എൻ്റെ സാധനങ്ങൾ. അങ്ങനെ ഐ ആൻഡ് മൈനാണ് നമുക്കൊക്കെ കൂടുതൽ. അപ്പോൾ ഈ മൈനുള്ള വിചാരങ്ങളെല്ലാം മുക്താനന്ദയെ വിട്ടങ്ങ് മാറി. അദ്ദേഹം മൊത്തത്തിലൊരു പുതിയ മനുഷ്യനായിട്ട് മാറി. അതിൻ്റെ പേരാണ് ഈ ഇനിസിയേഷൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ പിന്നീട് എനിക്കും 1-2 കാര്യങ്ങൾ പറയാനുണ്ട് പേഴ്സണലായിട്ടുള്ളത്. അത് കൊടുക്കാൻ ഞാൻ ഓർത്തിരുന്ന് പറയാം. അപ്പം അതുമാത്രമല്ല, ഈ ഷാളൊക്കെ പോർത്തി കൊടുത്തപ്പോഴത്തേക്ക് ഈ മുക്താനന്ദ മുൻ ജന്മങ്ങളിലും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന്, ഇതുപോലെ തന്നെ ചിലപ്പം ഗുരുവിൻ്റെ പാദതൂളികകൾ വെച്ച് പൂജിച്ചതായിരിക്കാം, ഗുരുവിൻ്റെ മേളിൽ ധ്യാനം ചെയ്ത് കാണും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം, ആ സീനൊക്കെ ഇദ്ദേഹത്തിന് തന്നെത്താനെ ഓർമ്മ വരുന്നെന്ന്. മുൻജന്മങ്ങളിൽ ഇദ്ദേഹം എങ്ങനെ ഉണ്ടായിരുന്നു, മുക്താനന്ദ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം ഇങ്ങനെ ഓർമ്മ വരുന്നെന്ന്. പിന്നെ അങ്ങനെ പോകാൻ പറഞ്ഞല്ലോ, അപ്പോഴേ ഗുരു പോകാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു പരമാനന്ദത്തിൽ അങ്ങ് മുങ്ങിക്കുളിച്ചിരിക്കുക. ഇപ്പോൾ ഈ ആനന്ദത്തിനും പരമാനന്ദത്തിനും വ്യത്യാസമുണ്ട്. ആനന്ദം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ വിചാരിക്കുന്നു, മറ്റന്നാൾ ഒരു കല്യാണമുണ്ട്, ഇന്ന് പോയി ഒരു പട്ടുസാരി എടുക്കണം, പുതിയതെടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൈകുന്നേരം ഭർത്താവ് ഒരു പട്ടുസാരിയും കൊണ്ടുവരുന്നു, നമുക്ക് എത്ര ഹാപ്പി ആയിരിക്കും. അതാണ് ആനന്ദം. ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടുന്നു. അതായത് ഈ ലൗകിക ജീവിതത്തിൽ ഒരു ദിവസം കുറച്ച് പൂ വെച്ചാൽ കൊള്ളാമെന്ന് തോന്നും, ഒരു ദിവസം ലഡ്ഡു തിന്നാൽ കൊള്ളാമെന്ന് തോന്നും, ചിലപ്പം സദ്യ ഉണ്ടാ കൊള്ളാമെന്ന് തോന്നും. അങ്ങനെ ദിവസം പല ആഗ്രഹങ്ങളും നമുക്ക് വരുന്നു. അപ്പോൾ ചിലതൊക്കെ സാധിച്ച് കിട്ടും. അങ്ങനെ സാധിക്കുമ്പം ഒരു സന്തോഷം ഇല്ല. നമ്മളിപ്പോൾ ഒരു ബുക്ക് സ്റ്റാളിൽ പോകുന്നു, ഒരു ബുക്ക് തേടിക്കൊണ്ട് പോകുന്നു, നമ്മൾ വിചാരിച്ച ബുക്ക് അവിടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ഇല്ലയോ, ഉടൻ തന്നെ അതിനെ വാങ്ങിച്ചുകൊണ്ട് വരും. അതുപോലെ ഇതിനൊക്കെ പേരാണ് ആനന്ദം. അതേ സമയത്ത് ഈ പരമാനന്ദം എന്ന് പറയുന്നത് അത് വേറെ ഒരു ലെവലാണ്. അപ്പം ഈ ഗുരുവിൻ്റെ സാന്നിധ്യം, ഗുരുവിൻ്റെ അനുഗ്രഹം, ഗുരുവിൻ്റെ ഈ ദീക്ഷ, ഈ മെഡിറ്റേഷനിൽ കിട്ടുന്ന ഈ ഇനിസിയേഷൻ, ഇതൊക്കെ പറയുന്നതാണ് ഒരു ശിഷ്യനെ സംബന്ധിച്ചവരെ, ഒരു സാധകനെ സംബന്ധിച്ചവരെ ഒരു പേരാനന്ദ സ്റ്റേറ്റിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സംഭവം.
ഓക്കെ. അപ്പോൾ അത് ഇവിടെ മുക്താനന്ദയ്ക്ക് നടക്കുന്നു. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, കുറച്ച് ഹാളിൽ നിന്ന് വെളിയിൽ വന്ന് ആ ചെരുപ്പിൻ്റെ മുകളിൽ കുറച്ച് ബജ്ജി കൊണ്ടുവന്ന് വെച്ചല്ലോ ഗുരു, ആ ബജ്ജി എടുത്ത് കഴിക്കുന്നു. ആ പൂ കൊടുത്തല്ലോ, ആ പൂവിനെ എടുത്ത് മണപ്പിക്കുന്നു. ആ ഷാളിനെ തൊട്ട് നോക്കുന്നു. അയ്യോ എന്ത് നല്ല ഷാള്, എന്ത് നല്ല ഷാളെന്ന് വെച്ചാൽ അതിൻ്റെ കളറോ ടെക്സ്ചറോ ഒന്നുമല്ല, ആ ഷാള് പോർത്തിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അനുഭൂതി, ഒരു അനുഭവം. എത്ര എന്തുവാ പുനിതമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്കിന്ന് നടന്നിരിക്കുന്നത് എന്ന് വിചാരിച്ച് സന്തോഷപ്പെടുന്നു അങ്ങേര്. പിന്നെ ഗുരുപാദുകാഷ്ടം എന്നൊരു ഒരു ഇതുണ്ട്, പോയട്രി, ഒരു പാട്ട്. അതിൽ ദത്താത്രേയ എഴുതിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ 1-2 ശ്ലോകങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. പിന്നെ ആ 2 പാദതൂളികളെ, ചെരുപ്പ് എന്ന് നമ്മൾ പറയരുത്, ഗുരുവിൻ്റെ പാദതൂളിയേനെ ആ ഷാളിൽ പൊതിഞ്ഞ് തലയിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹം നടക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് ആശ്രമത്തിൽ നിന്ന് വെളിയിൽ വന്നു. ആശ്രമത്തിൽ നിന്ന് റോഡ് സൈഡ് ഇങ്ങനെ നടന്നു പോന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം നല്ല ആ ഗുരുവിൻ്റെ ആശ്രമത്തിൽ നിന്ന് വെളിയിൽ വന്നപ്പോഴത്തേക്കേ അപ്പോഴും എന്തുവാ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഗുരുവോം 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 അങ്ങനെ പറഞ്ഞുകൊണ്ട് വരിക. അപ്പം എൻ്റെ ഗുരു എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ ഗുരു എൻ്റെ പുറത്തുണ്ട്, ആ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഗുരുവാണ്. അങ്ങനെ ഗുരുവിനെ വിചാരിച്ച് വരുമ്പം അപ്പം നല്ല ഒരു തെന്നൽ കാറ്റ് അവിടെ വീശാൻ തുടങ്ങി. നല്ല ഒരു തെന്നൽ കാറ്റിൻ്റെ വീശാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം മഴ ചാറാൻ തുടങ്ങി. എപ്പോഴേ നമ്മൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടതാണ് അത്. മഴ വരുന്നതിന് മുമ്പേ ഒരു തണുത്ത കാറ്റ് വരും, തണുത്ത കാറ്റ്. അത് ഞാനും പല പ്രാവശ്യം അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിന് ആദ്യം നല്ല ഒരു ജെൻറ്റൽ ബ്രീസ് എന്നാണ് ഇട്ടിരിക്കുന്നത്, കൂൾ ബ്രീസ്. അത് നല്ല ഒരു തെന്നൽ കാറ്റ് അവിടെ ഉണ്ടായി. പിന്നെ അതിന് മഴയുണ്ടായി. മഴ ചാറുന്നു, തുള്ളിയായിട്ട് ചാറ്റൽ മഴ. ഇദ്ദേഹം കണ്ണ് തുറക്കുന്നു, കണ്ണടയ്ക്കുന്നു, കണ്ണ് തുറക്കുന്നു, കണ്ണടയ്ക്കുന്നു. റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണേ. ഈ പാദധൂളിയെ തലയിലും വെച്ചുകൊണ്ട് 2 കൈ കൊണ്ടും പിടിച്ചുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിനെ അറിഞ്ഞൂടാ, ഒരു അബോധ അവസ്ഥയിലാണ് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നത്. അങ്ങനെ അപ്പം ഒരു സെക്കൻഡ്, സൈലൻസിലിട്ടില്ല, സോറി. അങ്ങനെ കാറ്റ് മഴ പെയ്യുന്നു. മഴ പെയ്തപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനുണ്ടല്ലോ കണ്ണടച്ചപ്പം മില്യൺസ് ഓഫ് ടൈനി ട്വിങ്ക്ലിംഗ് സ്പാർക്സ് ആൻഡ് റേസ് ഇങ്ങനെ ദേഹത്തിനകത്ത് ഉണ്ടാവുന്നു. അതായത് ഈ ദീപാവലിക്ക് നമ്മൾ ഈ പൂത്തിരി കമ്പിത്തിരിയൊക്കെ കത്തിക്കുമ്പോഴേ അതിൽ നിന്ന് ചിലതിൽ സ്റ്റാറായിട്ട് വരും. അതൊരു ടൈപ്പാണ്. അപ്പോൾ അത് കത്തിക്കുമ്പോൾ സ്പാർക്ലിംഗ് സ്റ്റാർസ് വരും. അതുപോലെ മില്യൺസ് അദ്ദേഹത്തിൻ്റെ ദേഹത്തിനകത്ത് കണ്ണടയ്ക്കുമ്പം അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നു. ദേഹം മുഴുക്ക ഇങ്ങനെ ഈ സ്റ്റാർസ് ഇങ്ങനെ മിന്നുന്ന പോലെയുള്ള സ്റ്റാർസ് ദേഹം മുഴുക്ക ഉണ്ടാവുന്നു. അതുമാത്രമല്ല, അത് ഭയങ്കര അതിവേഗത്തിൽ ദേഹത്ത് കിടന്ന് ചുറ്റുന്നു, ദേഹം മുഴുക്ക കിടന്ന് ചുറ്റുന്നു. അതുപോലെ രേഷ്മികൾ, നല്ല പവറുള്ള രേഷ്മികൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടാകുന്നു. അത് ദേഹത്തിനെ ചുറ്റി വരുന്നു. ദേഹത്തിനകത്താണെങ്കിൽ ഈ സ്പാർക്ക് പോലെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു. മില്യൺസ് എന്ന് പറയുന്നത് 1 10 അല്ല, മില്യൺസ്, കോടിയായിട്ടുള്ള ഈ സ്പാർക്സുകൾ ഇങ്ങനെ ദേഹത്ത് ഉണ്ടാകുന്നു. അത് ദേഹത്തിനകത്ത് കടന്ന് ചുറ്റുന്നു. അങ്ങനെ അതായത് ഇൻക്രെഡിബിൾ സ്പീഡ് എന്ന് വെച്ചാൽ ആ സ്പീഡെന്നൊന്നും നമുക്ക് അളവ് പറയാനൊക്കത്തില്ല. അപ്പം ഒന്നിന് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരുമ്പം അതിന് അളവ് കോൽ ഇല്ല, അതിനെ അളക്കാൻ പറ്റത്തില്ല. അങ്ങനെ അളക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നടക്കുന്നു. അത് ഇദ്ദേഹം കണ്ണടച്ച് ഇങ്ങനെ നോക്കുന്നു. പിന്നെ തിരിച്ചും
കണ്ണ് തുറക്കുന്നു. കണ്ണ് തുറന്നാലും ഈ ദേഹത്തിനെ ചുറ്റി നല്ല ഗോൾഡൻ കളറിലുള്ള രശ്മികളും ഈ നീല നിറത്തിലുള്ള ഈ പൊട്ട് പോലെ ഈ ദൂരേന്ന് കാണുന്ന നക്ഷത്രങ്ങളായ എങ്ങനെ ജ്വലിക്കും അതുപോലെ ഉള്ളത് അങ്ങനെ ദേഹത്തിൽ കിടന്ന് ചുറ്റുന്നു, വേഗമായിട്ട് ഓടുന്നു. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതൊക്കെയാണ് അദ്ദേഹത്തിന് ഇന്നും ഞാൻ വിചാരിച്ചാൽ അത് അങ്ങനെ എൻ്റെ ആ അനുഭവം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇത്രയൊക്കെ ഞാൻ പോയിൻറ്റ്സ് എഴുതി. പിന്നെ ഞാൻ എന്താ വിചാരിച്ചു, കുറച്ച് ഒടുക്കമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് ബുക്കിൽ നിന്ന് തന്നെ വായിക്കാവുന്നത്. എന്താണോ, എത്ര വായിച്ച് നമ്മൾ പറഞ്ഞാലും അത് ആ അനുഭവം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ. എന്താ ഇദ്ദേഹം ആയതുകൊണ്ട് പറയുന്നു. അതും പാർട്ട് 2 തുടങ്ങുമ്പോഴേ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഈ മെഡിറ്റേഷനിൽ കിട്ടുന്ന അനുഭവങ്ങൾ ആർക്കും വെളി പറയരുതെന്നാണ്. എന്തായിരുന്നാലും എൻ്റെ സാധകർക്ക് വേണ്ടി, സീക്കേഴ്സ്, അതായത് ഈ ആത്മീകത്തിൽ ഈ തേടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ പറയാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പോലെ എന്തോ ദേഹത്തിനകത്ത് അങ്ങനെ ബ്ലൂ സ്പാർക്ക് അങ്ങനെ ഓടി ഉണ്ടാകുന്നു, എന്തൊക്കെയോ ദേഹത്ത് ഉണ്ടാകുന്നു. പിന്നെ അദ്ദേഹം ഇങ്ങനെ റോഡിൽ പതുക്കെ നടക്കുന്നു. എൻ്റെ മനസ്സിൽ പറയുന്നത്, ഇങ്ങനെയൊക്കെ നാളെ നമുക്കും ചിലപ്പോൾ അനുഭവങ്ങൾ വരാം. ഇങ്ങനെയൊക്കെ അനുഭവങ്ങളൊക്കെ വരുമ്പം റോഡിലൊന്നും നടക്കാൻ പാടില്ല, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി അങ്ങ് ഇരിക്കണം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പം പോലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ വന്നുകൊണ്ടിരുന്നാൽ അത് കണ്ണ് തുറക്കരുത്. കണ്ണ് തുറന്നാൽ പിന്നെ പോകും. അപ്പം കണ്ണടച്ച് ഇപ്പം നമുക്ക് കുറച്ച് കാഴ്ചകളെല്ലാം വന്നോട്ടെ, അതിനെന്ന് വിചാരിച്ച് നമ്മൾ എക്സൈറ്റ് ആവരുത്. കണ്ണടച്ച് അങ്ങനെ തന്നെ ഇരുന്ന് അതിനെ അനുഭവിക്കുക. അപ്പോൾ ഇദ്ദേഹം തലയിൽ പാദധൂളിയും വെച്ചുകൊണ്ട് റോഡ് സൈഡ് നടന്നത് എനിക്കത്ര ശരിയായിട്ട് തോന്നുന്നില്ല. എന്നുവെച്ചാൽ പക്ഷേ അദ്ദേഹത്തിന് അവിടെ നടക്കണോ ഇരിക്കണോ എന്നൊന്നും ഒരു തോന്നലില്ല. അദ്ദേഹം ഇങ്ങനെ നടക്കുന്നു. അപ്പം വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം റോഡിൽ നടക്കുന്നോ, റോഡ് ഇദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നോ ഒന്നും അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് ഒരു അനുഭൂതിയിലാണ് ഇദ്ദേഹം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ദേഹത്തു നിന്ന് വരുന്ന ആ ബ്ലൂ ഡോട്ട്സ് ഉണ്ടല്ലോ, ബ്ലൂ കളറും രശ്മികളും, അത് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നു. കണ്ണ് തുറക്കുമ്പോൾ അത് കാണാൻ പറ്റുന്നു, കണ്ണ് അടച്ചാലും കാണാൻ പറ്റുന്നു. അതുമാത്രമല്ല, ഈ മഴത്തുള്ളി വീഴുമ്പം അത് കുറേ കൂടെ നല്ല ഭംഗിയായിട്ട് കാണുന്നു. അങ്ങനെ എന്തൊക്കെയോ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തും മനസ്സിലും ഉണ്ടാകുന്നു. അങ്ങനെ തന്നെ ഇദ്ദേഹം ഇങ്ങനെ പതുക്കെ നടന്ന് നടന്ന് ഒരു ദേവി ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോകുന്നു. ആ ദേവി ക്ഷേത്രം എന്ന് പറയുന്നതാണ് ഈ ഗണേഷ് പുരിയിലുള്ളത്. അപ്പോൾ ഈ ഗണേഷ് പുരിയിലാണല്ലോ ഭഗവാൻ നിത്യാനന്ദയുടെ ആശ്രമം. അപ്പം ഗണേഷ് പുരിയുടെ അങ്ങേ അറ്റത്ത് വന്നപ്പോൾ അങ്ങേർക്ക് മുക്താനന്ദയെ അറിയാതെ തന്നെ തല ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. അതായത് തൻ്റെ ഗുരുവിൻ്റെ ആശ്രമത്തിൻ്റെ വെളിയിൽ കുറേ ദൂരം നടന്നു വന്നപ്പം കണ്ണിൽ കാണുന്ന ദൂരത്തിന് വന്നു. അപ്പം തിരിച്ച് ഇങ്ങനെ ആശ്രമത്തിൽ നോക്കുന്നു, തൊഴുതിട്ട് ഇങ്ങനെ വന്ന് കുറച്ചുകൂടെ നടന്നപ്പോഴത്തേക്ക് അപ്പം ഇദ്ദേഹം നടക്കുമ്പോഴെല്ലാം ആ ബ്ലൂ ഡോട്ട്സ്, ബ്ലൂ സ്റ്റാർസ് അതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, കണ്ണിൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വജ്രേശ്വരി എന്നുള്ള ഒരു അമ്പലത്തിൻ്റെ അടുത്ത് വന്നു. ഈ വജ്രേശ്വരി എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ വജ്ര ഭവാനി എന്നാണ് പറയുന്നത്. ഈ വജ്രേശ്വരി അത് മദർ ഓഫ് യോഗ എന്ന് ദേവിയെ അവരെല്ലാം തൊഴുന്നുണ്ട്. അപ്പം ഈ വജ്രേശ്വരി എന്ന് പറയുന്ന ആ അമ്പലത്തിലാണ് ഇദ്ദേഹം കുറേ നാൾ തങ്ങിയിരുന്നത്. അപ്പോൾ ആ അമ്പലത്തിലെ മേൽശാന്തിയും ഇദ്ദേഹം കൂടെ ഒന്നിച്ചിരുന്ന് അവിടെ ദേവിക്ക് കൊടുക്കുന്ന പ്രസാദമൊക്കെ ഇവർ കഴിക്കും. അപ്പം മേൽശാന്തി കൃത്യം ഇദ്ദേഹത്തിന് കറക്റ്റായിട്ടുള്ള സമയത്ത് വളരെ ഭക്തിപൂർവ്വം മര്യാദയോടുകൂടി ആ ഫുഡൊക്കെ വിളമ്പും. അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് അടുത്തിരുന്ന് കഴിച്ചിട്ട് ഇദ്ദേഹം അവിടെ തന്നെയാണ് കുറച്ച് നാൾ അവിടെയൊക്കെ തന്നെയായിരിക്കും താമസിച്ചത്. അപ്പം രണ്ടാമത് ഇദ്ദേഹം പറയുന്നത് ആ വജ്രേശ്വരി എന്നുള്ള അമ്പലം വളരെ പുരാതനമായിട്ടുള്ള അമ്പലമാണ്, ഒരുപാട് പഴയ അമ്പലമാണ്. അവിടെ ഒരുപാട് സിദ്ധയോഗീസ് വന്ന് തപസ്സിരുന്നിട്ടുണ്ടെന്ന് നേരത്തെ.
അപ്പം നമ്മുടെ രാമായണത്തിൽ വരുന്ന ലോർഡ് രാമ പോലും ആ ടെമ്പിളിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അത്രയ്ക്ക് പഴയ അമ്പലമാണ്. അത്രയും ആ പഴയ അമ്പലത്തിലാണ് നമ്മുടെ മുക്താനന്ദായും കുറേ നാൾ താമസിച്ചത്. അപ്പം ഇതൊക്കെ അങ്ങനെ ഒരു അമ്പലം, വലിയ പവറുള്ള ഒരു അമ്പലത്തിൽ നമ്മൾ പോയി വെറുതെ ഇരുന്നാലേ മതി. നമ്മൾ ശ്വാസത്തിനെയും നോക്കണ്ട, ഒന്നും നോക്കണ്ട, തന്നെത്താനെ നമ്മൾ ആ ധ്യാന നിലയ്ക്ക് അങ്ങ് പോകും. അതൊരു വേറെ ഒരു തളത്തിലാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അങ്ങനെ ഇപ്പം ഇത്രയും പവറുള്ള സ്ഥലത്തിരിക്കുമ്പോൾ പിന്നെ എന്തുവാ കുഴപ്പം? അപ്പം ഇതൊക്കെ നോക്കണം. മുക്താനന്ദയ്ക്ക് മുക്തി കിട്ടാനുള്ള ഓരോ സാഹചര്യങ്ങൾ പ്രപഞ്ചം ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ശിവൻ അല്ലെങ്കിൽ ആ ശക്തി ഉണ്ടാക്കി കൊടുക്കുവാണ്. അപ്പോൾ അത്രയും പവറുള്ള പഴയ പുരാതനമായിട്ടുള്ള അമ്പലത്തിലാണ് ഇദ്ദേഹം കുറേ നാൾ അവിടെ നിന്നത്. പിന്നെ അപ്പം ആ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്. ഈ ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാലേ എന്തുവാ, ആ ഭൂമിയുടെ അടിയിൽ നിന്ന് ചൂടുവെള്ളം വരും. നല്ല ചിലപ്പോൾ തിളച്ച വെള്ളമായിരിക്കും. 80 ഡിഗ്രി 100 ഡിഗ്രിക്കൊക്കെ ഉള്ളത്. ഈ ഹോട്ട് സ്പ്രിങ്സ് അവിടെ വജ്രേശ്വരി അമ്പലത്തിൻ്റെ അടുത്തുള്ള ഹോട്ട് സ്പ്രിങ്സിൽ ഉള്ള വെള്ളത്തിൽ കുളിച്ചാൽ നമ്മൾ പവർ ഓഫ് ഹീലിംഗ്, ആ വെള്ളത്തിന് നല്ല ഹീൽ ചെയ്യാനുള്ള, അതായത് നമ്മുടെ ദേഹത്തുള്ള അസുഖങ്ങളെ മാറ്റാനുള്ള ശക്തിയുണ്ട്. അഴുക്കല്ല മാറ്റുന്നത്, അസുഖങ്ങളെ മാറ്റാനുള്ള ശക്തി ആ വെള്ളത്തിനുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അവിടെ വന്ന് കുളിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്തുവാ, അവിടെ ഒരുപാട് പേര് വന്ന് തൊഴുതിട്ടുണ്ട്. ഇദ്ദേഹവും അവിടെ ഒരുപാട് സമയം ചിലവിട്ടിട്ടുണ്ടെന്ന്. ഈ ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഞാൻ എത്രയോ വർഷത്തിന് മുമ്പ് ഈ ഹിമാലയത്തിൽ പോയപ്പം ബദ്രി, കേദാർ, ഋഷികേശ്, ഹരിദ്വാർ, ബദ്രി, കേദാർ ഈ 4 സ്ഥലവും ഒന്നിച്ച് ഒരു ടൂർ ഞങ്ങൾ പോയിരുന്നു. അപ്പം അവിടെ ഇങ്ങനെ കുറേ ഹിമാലയത്തിൽ ആലോചിച്ച് നോക്കി, നിങ്ങൾക്കും ചിലരൊക്കെ പോയി കണ്ടു കാണും, ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്. ഈ ഹോട്ട് സ്പ്രിങ്സ് എന്ന് വെച്ചാൽ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം തന്നെത്താനെ മേളി വരും, ഫൗണ്ടൻ പോലെ മേളി വരും. അത് നല്ല തിളയ്ക്കുന്ന വെള്ളമായിരിക്കും. അവിടെയുള്ള ആൾക്കാരെന്തോ ചെയ്യുന്നു, ഒരു വെള്ള തുണിയിൽ അരിയിട്ട് അതിനകത്ത് ഇങ്ങനെ പിടിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കും. അരി വേവും. അതേപോലെ പരിപ്പ്, അവർക്ക് എന്തൊക്കെ വേവിക്കണോ അതെല്ലാം ഒരു വെള്ള തുണിയിലിട്ട് കെട്ടി അതിൻ്റെ അടുത്ത് വെച്ച് ഇങ്ങ് വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വെന്തിരിക്കും. അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ അങ്ങനത്തെ ഹോട്ട് സ്പ്രിങ്സിലാണ് ഇദ്ദേഹവും എന്നും ഈ ആശ്രമത്തിൻ്റെ അടുത്തുമുണ്ട്, ഈ വജ്രേശ്വരി അമ്പലത്തിൻ്റെ അടുത്തുമുണ്ട്. അവിടേക്കാണ് പോയി കുളിക്കുന്നത്. അങ്ങനെ പോയി അവിടെ ഇരുന്ന് കുറേ നാൾ പൂജിച്ച് ഇരുന്നുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം തിരിച്ചും ഇദ്ദേഹം ആശ്രമത്തിലോട്ട് പോയി. ഭഗവാൻ നിത്യാനന്ദയുടെ ആശ്രമത്തിൽ പോയി തൊഴുതിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഭഗവാൻ നിത്യാനന്ദ ഒരു പഴം എടുത്ത് കൈ കൊടുത്തിട്ട്, നീ പോ, നീ പോ, എവിടെ പോകണം? ഇയോലായ്ക്ക് പോ. ഇയോല എന്ന് പറയുന്ന ഒരു സ്ഥലം. നീ ഇയോലായ്ക്ക് പോ, അവിടെ പോയി ധ്യാനം ചെയ്, അവിടെ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്, നീ പോ, അവിടെ പോ എന്ന് പറഞ്ഞു. അപ്പം മുക്താനന്ദ പറയുന്നത്, എനിക്ക് പോകാനേ മനസ്സില്ല, എൻ്റെ ഗുരുവിനെ വിട്ടിട്ട് പോകാൻ മനസ്സില്ല, എന്നാലും ഞാൻ ഗുരുവിൻ്റെ ആജ്ഞയ്ക്ക് അടിപണിയുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ തപസ് എന്ന് പറയുന്നത് ഗുരുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇദ്ദേഹം നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹം പതുക്കെ നടന്ന് ഇയോല വന്നിട്ട് അതിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് സുക്കി. അങ്ങനെ സുക്കി എന്നുള്ള സ്ഥലത്ത് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആഡുംബര എന്നൊരു മരത്തിൻ്റെ അടിയിലൊരു കയറ്റ് കെട്ടിൽ, അതിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആശ്രമവും അവിടെയാണ്. ഇദ്ദേഹത്തിൻ്റെ ആശ്രമമാണ് ഈ സുക്കി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ആശ്രമം എന്ന് പറയരുത്, കുടില്, ഹട്ട് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ആശ്രമമല്ല, കുടിൽ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടിലെന്ന് പറയുന്നത് വടക്ക് നോക്കി ഉള്ള കുടിലാണ്. അപ്പോൾ ഈ വടക്ക് നോക്കി നിൽക്കുമ്പം ഈ റൈറ്റ് സൈഡ് വലത് ഭാഗത്ത് കിഴക്കും ഇടത് ഭാഗത്ത് പടിഞ്ഞാറുമാണ്. അപ്പോൾ ഈ വലത് ഭാഗത്തൊരു നല്ല മാവുണ്ട്, ഇടത് ഭാഗത്തോട്ട് മാവും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഇദ്ദേഹം കയറ്റ് കെട്ടിലിട്ട് ഉച്ചയ്ക്കൊക്കെ അവിടെ കിടന്ന് ഉറങ്ങും. അപ്പം ഇദ്ദേഹം അതിൻ്റെ അടുത്ത് നടന്ന് പൊയ്ക്കൊണ്ടിരുന്നപ്പം കുടിലും ആ മാവുമൊക്കെ ഇദ്ദേഹത്തിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന പോലെ തോന്നിയെന്ന്. അങ്ങനെ അദ്ദേഹം അവിടെ പോയി ആദ്യമായിട്ട് ഫസ്റ്റ് ആ തലയിലുള്ള
പാതുകകളെ ഇറക്കി വെച്ച് അതിനെ പൂജിക്കാനുള്ള വഴിവകകളെല്ലാം ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് ധ്യാനവും ചെയ്യാൻ തുടങ്ങി എന്നാണ് അദ്ദേഹം ഈ ചാപ്റ്ററിൽ 10ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് അദ്ദേഹം എഴുതിയത് തന്നെ കുറേയൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറയാൻ വയ്യാത്ത ഒരു ഫീലിങ്സാണ് ഇതൊക്കെ. അപ്പോൾ അദ്ദേഹം എഴുതുമ്പം തന്നെ അതിൻ്റെ കുറച്ച് കുറയും. പിന്നെ അതിനെ അത് വേറെ ആരോ ട്രാൻസ്ലേറ്റ് ചെയ്തു, പിന്നെ അതിനെ ഞാൻ വായിക്കുന്നു, അതിനെ ഞാൻ പറയുന്നു. അപ്പോൾ ഇതിലൊക്കെ അതിൻ്റെ ലെവൽ കുറഞ്ഞേ വരത്തുള്ളൂ. അപ്പം ഇപ്പം നമ്മളിപ്പം വായിക്കുമ്പോൾ തന്നെ നമുക്കിപ്പം ദേഹത്തിലെ രോമങ്ങളൊക്കെ എണീച്ച് നിൽക്കുക. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ ഇരുന്നിരിക്കും? അപ്പോൾ ഇതൊക്കെ ഒരു ഗുരുവിൻ്റെ അടുത്തുനിന്ന് നമ്മൾക്ക് കിട്ടേണ്ട ഒരു ഭാഗ്യമാണ്. ഇതിൽ ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ ഇവിടെ പറയാമെന്ന് പറഞ്ഞത് എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. അതായത് മെനിഞ്ഞാന്നല്ല, കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച എൻ്റെ ഫ്രണ്ട് നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് YMC പോകണം, അതായത് യോഗീസ് മെഡിറ്റേഷൻ സെൻറ്റർ അംബാസമുദ്രത്തുണ്ട്. അവിടെ എൻ്റെ യോഗീസ് രാജ എന്ന് പറഞ്ഞ എൻ്റെ ഗുരു ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അവിടെ ഒന്ന് പോകണം. അപ്പം ഞാൻ ജപ്പാൻ പോകുന്നതിന് മുമ്പേ അവർ ചോദിച്ചു നമുക്കൊന്ന് പോകാമോ എന്ന്. ഞാൻ പറഞ്ഞു ഇപ്പം വിസയും കാര്യങ്ങളും ഷോപ്പിങ്ങും ഒക്കെ വളരെ അടുത്ത് വരുന്ന സമയമായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയിട്ട് വരട്ടെ, വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന ഉടനെ ഞാൻ വിളിച്ചു. അവരുടെ ഒരു ടീച്ചറാണ്, ഈ റോഡിലാണ് താമസിക്കുന്നത്, സുധാ എന്നാണ് അവരുടെ പേര്. അപ്പം ഞാൻ ചോദിച്ചു, സുധാ പോണോ, YMCക്ക് പോകണോ? അതേ മാഡം ഇപ്പോൾ എന്നെ വിളിക്കുമെന്ന് നോക്കിയിരിക്കുമായിരുന്നു എന്ന്. എന്നാൽ പിന്നെ വാ പോ എന്ന് പറഞ്ഞ് അവർ നേരെ ഈ റോഡിൽ നിന്ന് ട്രെയിൻ പിടിച്ച് YMCക്ക് വന്നു, ആശ്രമത്തിൽ വന്നു. ഞാൻ ഇവിടുന്ന് കാർ എടുത്തുകൊണ്ട് ബുധനാഴ്ച രാവിലെ ഞാൻ കാർ എടുത്തുകൊണ്ട് ഇവിടുന്ന് അങ്ങ് പോയി 2 ദിവസം ഞങ്ങൾ അപ്പോയിൻമെൻറ്റൊക്കെ നേരത്തെ ഫിക്സ് ചെയ്തിട്ടാണ് പോയത്. എന്താ വെച്ചാൽ ഞങ്ങളുടെ ഗുരുവും അത്രയ്ക്ക് ബിസിയാണ്, ആൾക്കാർ ഒരുപാട് പേര് വരുന്നു, കാണുന്നു, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അങ്ങനെ ബുധനും വ്യാഴനും ഞങ്ങൾ വരുന്നു എന്നൊക്കെ ഓഫീസിൽ അറിയിച്ചിട്ടാണ് പോയത്. അങ്ങനെ അപ്പം സുധയെ ഞങ്ങൾ 2 പേരും കൂടെ അകത്ത് കയറി. അപ്പം സുധ പറഞ്ഞു എനിക്ക് അവർക്ക് സമ്മറിൽ അവർ ഈ ഋഷികേശ് ഹരിദ്വാറൊക്കെ പോയി, ഒരു ഡൽഹി ട്രിപ്പ് അടിച്ചു. അതിൽ അവർക്ക് അസുഖം വന്നു, അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ധ്യാനമൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് പിന്നെ വീട്ടിൽ വന്നപ്പോൾ അവർ സ്കൂട്ടറിൽ പോയപ്പം താഴെ വീണ് ഈ വലത് സൈഡ് ഷോൾഡറിൽ ഫ്രാക്ചറായി. പിന്നെ അതൊക്കെ ഒന്ന് ശരിയായി, വീണ്ടും സ്കൂട്ടർ എടുത്തപ്പം വീണ്ടും അവിടെ തന്നെ വീണ്ടും വീണ് ഇവിടെ തന്നെ രണ്ടാമതും ഫ്രാക്ചറായില്ല, പക്ഷേ നല്ല ഒരു ചതവുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പം അവർക്ക് മാനസികമായിട്ട് പല പ്രയാസങ്ങൾ. അപ്പം ധ്യാനത്തിൽ അവർക്ക് ലയിക്കാൻ പറ്റുന്നില്ല, ധ്യാനത്തിൽ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഒരു സാഹചര്യം എന്ന് പറയുന്നത്. നമുക്ക് സമയം നന്നായിരുന്നാൽ എല്ലാം ഒന്നിച്ച് കൂടി വരും. സമയം ശരിയില്ലെങ്കിൽ നമ്മൾ എത്ര മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും ചിലപ്പം നടക്കത്തില്ല. അതൊക്കെയാണ് നമ്മുടെ നെഗറ്റീവ് കർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അവരെന്നെ വിളിച്ചത്, നമുക്ക് 2 ദിവസം അവിടെ പോകണം, ഗുരുവിൻ്റെ അടുത്ത് പോയി ഒരു ദീക്ഷ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞാണ് ഞാനും പോയത്. അങ്ങനെ ഞാൻ ഒരുപാട് പേരെ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ. എല്ലാവരും എന്നെയാണ് വിളിച്ച് ചോദിക്കുന്നത് വരുന്നോ എന്ന്. അവർ വരുന്നോന്ന് ചോദിക്കുമ്പോൾ ഞാനും പോകും. എന്താണെന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ആശ്രമത്തിൽ പോവുക, ഗുരുവിൻ്റെ അടുത്ത് സംസാരിക്കുക, സംശയങ്ങൾ തീർക്കുക, അവിടെ ഇരുന്ന് ധ്യാനം ചെയ്യുക, ദീക്ഷ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് എപ്പോഴും എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഏത് ചാൻസ് കിട്ടിയാലും ഞാനും അങ്ങ് പോകും. അതുമാത്രമല്ല ഇതൊക്കെ എനിക്ക് കൊച്ചിലേ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ 10-20 വർഷം മെഡ്രാസിലിരുന്നപ്പം എൻ്റെ കല്യാണത്തിന് മുമ്പേ ആളുകൾ നാട്ടിൽ നിന്ന് വരും മെഡ്രാസ് ചുറ്റി കാണാൻ. എവിടുന്ന് ആര് മെഡ്രാസിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നാലും അവർക്ക് ചുറ്റി കാണാൻ പോകുമ്പോൾ ഞാൻ വേണം ഗൈഡ്. ഇവിടെ വിളിച്ചോണ്ട് പോവാം, വത്സലയെ കൊണ്ടുപോവാം. കൊച്ചിലെ ഞാൻ 10-20 വയസ്സായപ്പോഴേ വത്സലയെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് എല്ലാവരുടെ കൂടെയും എന്നെ കൊണ്ടുപോകും. ഞാൻ അവരുടെ കെയർ ഓഫിലെ എല്ലാ സ്ഥലവും കണ്ടിട്ട് വരും. അവർക്ക് ഞാൻ എന്നാലായ ഹെൽപ്പൊക്കെ ചെയ്യും. ചിലപ്പോൾ അവർക്ക് തമിഴ് വായിക്കാൻ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും ഒക്കെ, അതിനൊക്കെ ഞാൻ എല്ലാം ഗൈഡ് പോലെ എല്ലാം ചെയ്യും. അതുപോലെ ഇപ്പോൾ ആശ്രമത്തിൽ പോകാനും ആർക്കൊക്കെ പോകണമെന്ന് തോന്നിയാലും അവരെന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഞാനും പോയി. അപ്പോൾ സുധാ ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറേ നാൾ കൊണ്ട് മെഡിറ്റേഷൻ നടക്കുന്നില്ല, എനിക്കൊരു ദീക്ഷ വേണമെന്ന്. ശരിക്കും പറഞ്ഞാൽ കുറ്റാലത്തിൽ ഇദ്ദേഹം ഞങ്ങളുടെ ഗുരു ഒരു ക്യാമ്പ് നടത്തി, ഞങ്ങളെല്ലാം പോയിരുന്നു. അദ്ദേഹം തൊടുദീക്ഷ തന്നതാണ്. ഇത് നെറ്റിക്കണ്ണ് തുറക്കാനുള്ള ആജ്ഞാചക്രത്തിൽ തൊടുദീക്ഷ തന്നതാണ് ഞങ്ങൾക്കെല്ലാവർക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ദീക്ഷ വന്ന് ഒരു റിന്യൂവൽ പോലെയാണ്.
നമ്മുടെ എനർജിയെ ഒന്ന് റിന്യൂ ചെയ്യാനാണ് ഈ ദീക്ഷയൊക്കെ വാങ്ങിക്കുന്നത്. ശരി തരാം എന്ന് പറഞ്ഞു. പിന്നെ ഹീലിംഗ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ അവർക്ക് ഹീലിംഗ് ഒക്കെ കൊടുത്തു. ഹീലിംഗ് ഒക്കെ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്. അങ്ങനെ ബോഡി മൊത്തം ഹീൽ ചെയ്തു. ചെയ്തിട്ട് പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം ആയപ്പം ശരി ബാ 2 പേർക്കും കൂടെ ദീക്ഷ തരാം. ഞാൻ ദീക്ഷയെക്കുറിച്ചോ ഹീലിങ്ങിനെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഹീലിംഗ് ഒന്നും ചെയ്തില്ല. അപ്പം എനിക്ക് ഹീലിംഗ് ചെയ്യണ്ടെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞില്ലേ, ദിവസം രാവിലെ കുളിക്കുമ്പോഴേ ഗംഗേ ശയമുനേ ശൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുളിക്കുന്നത്. അപ്പം കുളിക്കുമ്പോൾ ഞാൻ സങ്കല്പം ചെയ്യുന്നത് എന്തുവാ, എൻ്റെ ഫിസിക്കൽ ബോഡി, എൻ്റെ മെൻ്റൽ ബോഡി, എൻ്റെ ആസ്ട്രൽ ബോഡി ഇതിലൊക്കെ ഉള്ള അഴുക്കുകളെല്ലാം ഈ ഇത്രയും നദികളുടെ, ഇന്ത്യയിലുള്ള ഇത്രയും നദികളുടെ വെള്ളത്തിൻ്റെ സംഗമമാണ് ഇത്. എൻ്റെ ബക്കറ്റിലുള്ള വെള്ളം അല്ലെങ്കിൽ ഷവറിൽ നിന്ന് വരുന്ന വെള്ളം, അത് കുളിക്കുമ്പം എൻ്റെ ദേഹമൊക്കെ ശുദ്ധമാകുന്നു എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ കുളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഹീലിംഗ് ഒന്നും എടുക്കാൻ പോയില്ല. പിന്നെ സാറ് ഞങ്ങളുടെ ഗുരു വിളിച്ച് ദീക്ഷ തന്നു. ദീക്ഷ തന്നത് കുറ്റാലത്തിൽ കിട്ടിയതിനെക്കാട്ടിലും കുറച്ചുകൂടെ വിവരിച്ചുള്ള ഒരു ദീക്ഷയായിരുന്നു. ആദ്യം കൈകൊണ്ട് ഇങ്ങനെ ഈ നെറ്റിക്കണ്ണിൻ്റെ അവിടെ കൈകൊണ്ട് ദീക്ഷ തന്നു. പിന്നെയും കൈകൊണ്ട് തന്നെ തണുത്ത വെള്ളത്തിൽ വെച്ച് ഇവിടെ ദീക്ഷ. അതിനെക്കുറിച്ചൊക്കെ എന്തുവാന്ന് പോലും ഞാൻ ചോദിച്ചില്ല. എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അതിനെ ചോദ്യം ചോദിക്കരുത് എന്നുള്ളതാണ്. അതിൻ്റെ പവിത്രതയോടുകൂടി കാണണം. ചോദ്യം ചോദിച്ചാൽ ഇതെന്തുവാ, അതിൻ്റെ വില എന്തുവാ, അതിൻ്റെ ഇതെന്തുവാ, അങ്ങനെ സംസാരിക്കേണ്ട കാര്യങ്ങളെ അല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും സംസാരിക്കത്തില്ല. പിന്നെ ചൂടിലേതോ കൈ വെച്ചിട്ട് ചൂടായിട്ട് ഇവിടെ ദീക്ഷ തന്നു. പിന്നെ കയ്യിലൊരു കൽക്കണ്ടം തന്നു. അപ്പം ഞങ്ങൾ അപ്പോഴൊക്കെ കണ്ണടച്ചിരിക്കുക. അപ്പം ഗുരു പറഞ്ഞു ഞാനൊരു സ്വീറ്റ് തരുന്നുണ്ട്, അത് കഴിക്കണം. പക്ഷേ അതിൻ്റെ മധുരം നിങ്ങൾ ആജ്ഞാചക്രത്തിലൂടെ അനുഭവിക്കണം, അതിനെ ഉണരാൻ നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വായിലിട്ടു ചെയ്തു. അങ്ങനെയൊക്കെ ഇരുന്നു. നല്ല ഒരു അനുഭവമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ തന്നെ താമസിച്ചു. അന്ന് രാത്രി പിറ്റേ ദിവസവും അദ്ദേഹത്തിന് കുറച്ച് ഫ്രീ സമയം കിട്ടിയപ്പം ഞങ്ങളെ രണ്ടുപേരെ അകത്ത് വിളിച്ച് അദ്ദേഹം ഇങ്ങനെ ഇരുന്നു. ഞങ്ങൾ 2 പേർക്ക് 2 കസേര ഇട്ട് തന്നു ഓപ്പോസിറ്റിൽ. നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം, നമുക്ക് ധ്യാനം ചെയ്യാം എന്ന് പറഞ്ഞു. ഇത് 3ാമത്തെ ദീക്ഷയാണ്. 3ാമത്തെ ദീക്ഷ എന്ന് വെച്ചാൽ പൊതുവേ 3 ദീക്ഷകളാണ്. ഒന്ന് തൊട്ട് ദീക്ഷ തരുന്നത്. 2ാമത് നയനദീക്ഷ. നയനദീക്ഷ എന്ന് പറയുന്നതാണ് ഭഗവാൻ നിത്യാനന്ദ സ്വാമി മുക്താനന്ദാക്കി കൊടുത്തത്. കണ്ണ് വഴി അവരുടെ പവർ അത്രയും നമ്മുടെ കണ്ണിനകത്തൂടെ നമ്മുടെ ദേഹത്തിലോട്ട് പമ്പ് ചെയ്യും, അയക്കും അത്. അപ്പം തൊടുദീക്ഷ, നയനദീക്ഷ. ഇത് 3ാമത്തെ ദീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവിൻ്റെ അടുത്തിരുന്ന് ധ്യാനം ചെയ്താൽ മതി. ഗുരു ധ്യാനിക്കും, നമ്മൾ ഗുരുവിൻ്റെ അടുത്തിരുന്ന് ധ്യാനിക്കും. ആ സമയത്ത് തന്നെ ഗുരു വിചാരിച്ചാൽ ഗുരുവിൻ്റെ നോളേജ് മൊത്തം നമുക്ക് പകർത്തിത്തരാൻ പറ്റും. അതാണ് 3ാമത്തെ ഏറ്റവും നല്ല ഹയർ ഓർഡറിലുള്ള ദീക്ഷ. എല്ലാവേ കൊള്ളാം, എല്ലാവേ നല്ലതാണ്, എല്ലാമേ പവർഫുള്ളാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഓപ്പോസിറ്റിൽ 2 കസേര ഇട്ടിരുന്ന് ധ്യാനം ചെയ്യാൻ പറഞ്ഞു. കണ്ണടച്ച് ധ്യാനം ചെയ്തു. അങ്ങനെ ധ്യാനം ചെയ്തപ്പോൾ കുറച്ച് നേരമായപ്പം എനിക്ക് ഈ ദേഹത്ത് എന്തൊക്കെയോ ഇങ്ങനെ ഈ അമുക്കുന്ന പോലെയും എൻ്റെ സ്കിന്നിനെ, എൻ്റെ തോലിനെ തുളച്ചുകൊണ്ട് അകത്ത് കയറുന്ന പോലെ ഒരു ശക്തി, ഒരു കോസ്മിക് എനർജി അങ്ങനെ ദേഹം മുഴുക്കെ വെച്ച് അമുക്കി അകത്ത് കയറാൻ ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുന്ന പോലെയും തുളച്ച് കയറുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. നല്ല അമുക്കുന്ന പോലെയൊക്കെ ഭയങ്കര ഒരു എനർജിയാണ് അവിടെ ഞാൻ അനുഭവപ്പെട്ടത്. അപ്പം ക്ലാസ് എടുക്കുമ്പം തന്നെ എൻ്റെ ഗുരു പറയും, ഈ ധ്യാനം എന്ന് പറയുന്നത്, ധ്യാനം നിങ്ങൾ നേരെ ചൊവ്വേ ചെയ്യുമ്പം ഈ പ്രപഞ്ചശക്തി അങ്ങനെ ഇറങ്ങി വരും, നിങ്ങളുടെ ദേഹത്തൂടെ അങ്ങനെ തുളച്ച് കയറും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ക്ലാസ് ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു പൊട്ടിയുടെ കൂട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ദിവസം ധ്യാനം ചെയ്യുന്നു എന്നിട്ടും ഒന്നും തുളച്ച് കയറിയില്ലല്ലോ, ശരി നമുക്ക് ഉള്ളത് അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇരുന്നതാണ്. അന്ന് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ശക്തി അങ്ങനെ എനർജി കയറുന്നതും തുളച്ച് കയറുന്നതും ക്ലാസ്സിൽ എങ്ങനെ പറഞ്ഞോ എങ്ങനെ വിവരിച്ചോ അതുപോലെ ഒരു അനുഭവം എനിക്ക് കിട്ടി. പിന്നെ അതൊന്ന്. രണ്ടാമത്
ഒന്ന് ഇങ്ങനെ ഇങ്ങനെ പിന്നെ രണ്ടാമത് എൻ്റെ ഗുരുജി ക്ലാസ്സിൽ പറയും ഈ ധ്യാനം എന്ന് പറയുന്ന ഒരു ബോധയാണ്. എങ്ങനെ ഈ ഡ്രഗ് അഡിക്ഷനിൽ അഡിക്റ്റായ വീണ്ടും വീണ്ടും നമുക്ക് ഈ കുടിക്കുന്നവൻ തിരിച്ചും പോയി കുടിക്കുന്നോ അതുപോലെ അതൊരു ബോധയാണ്. അതായത് ബോധം എന്ന് അദ്ദേഹം എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ ഈ ബീറ്റ ലെവലിൽ നിന്ന് ആൽഫ ലെവലിൽ പോയി അങ്ങനെ ശാന്തതയോടെ ഇരിക്കുമ്പം ഈ മെഡിറ്റേഷനിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാൻ പറ്റില്ല. അത് എനിക്കും കുറച്ചൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്നൊന്ന് ആരെങ്കിലും വന്ന് കഥ തട്ടിയാൽ ചെയ്താൽ കണ്ണേ തുറക്കാൻ ഒക്കത്തില്ല, എന്തിനാ കണ്ണ് തുറക്കുന്നത് ഇപ്പോൾ എന്നൊക്കെ തോന്നും. അതുപോലെ തന്നെ അവിടെയും എൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോഴും ശരി ഇപ്പോൾ സമയമായി കണ്ണ് തുറക്കാം എന്ന് പറയുന്നു. അദ്ദേഹം ചില ഇൻസ്ട്രക്ഷനൊക്കെ തരും. കണ്ണ് തുറക്കാം എന്ന് പറയും. പതുക്കെ കണ്ണ് തുറക്കണം, ധൃതി വയ്ക്കണ്ട, പതുക്കെ നമ്മൾ ഈ ലോകത്തിലെ പ്രജ്ഞയ്ക്ക് കൊണ്ടുവരണം മനസ്സിനെ. നമ്മുടെ ദേഹം ഇങ്ങനെ ഇപ്പം ഇരുന്നുകൊണ്ടിരിക്കുവാണ്, ഒരു കസേരയിൽ ഇരിക്കുവാണ്, അങ്ങനെയൊക്കെ വിചാരിച്ച് പതുക്കെ ഈ റിയാലിറ്റിയിലോട്ട് വരണം എന്നൊക്കെ അദ്ദേഹം ഇൻസ്ട്രക്ഷൻ തരും. അതുപോലെ പക്ഷേ കണ്ണ് തുറ എന്ന് പറഞ്ഞിട്ടും കണ്ണേ എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ മനസ്സ് പറയുന്നു ഗുരുവിന് അടുത്തത് വേറെ ഏതെങ്കിലും അപ്പോയിൻമെൻറ്റ് കാണും, അതുകൊണ്ടല്ലേ നമുക്കിത് മതിയാക്കിയത്. പക്ഷേ കണ്ണ് തുറക്കണമെന്ന് പറയുന്നു, കണ്ണേ തുറക്കാൻ വയ്യല്ലോ. ഒന്ന് കുറേ നേരം ഇരുന്നിട്ട് പിന്നാണ് കഷ്ടപ്പെട്ട് കണ്ണ് നിന്ന് തുറന്നത്. അവർക്കും വേറെ ചില അനുഭവങ്ങളുണ്ടായി. അവർ പറയുന്നത് ഞാൻ കുറേ നാൾ മെഡിറ്റേഷൻ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു എൻ്റെ ഗുരു പറയുന്നത് ഈ കാന്തം എന്ന് വെച്ചാൽ ഈ മാഗ്നറ്റിക് ഇഫക്റ്റ് പോലെയാണെന്ന്. മാഗ്നറ്റ് എങ്ങനെ ഈ അയണിനെ ഇങ്ങനെ പിടിച്ച് വലിക്കുവോ അതുപോലെയാണ് ഈ കാന്താറ്റൽ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് പവറുണ്ട് ആ കോസ്മിക് റേസിൽ. ആ കോസ്മിക് എനർജി വരുമ്പം അതിനകത്ത് ഹീറ്റ് എനർജി ഉണ്ട്, മാഗ്നറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ദേഹത്തിനകത്ത് കയറുന്നു. അപ്പോൾ അന്നാണ് ഞാനതറിഞ്ഞത്. അപ്പം സുധയെടുത്ത് ചോദിച്ചപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം സുധ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ അപ്പം ഇങ്ങനെ മെഡിറ്റേഷനിലൊക്കെ അനങ്ങും, എപ്പോഴും സ്റ്റില്ലായിട്ട് ഒരേ ഇതിൽ ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ എനിക്ക് അനങ്ങാനേ പറ്റിയില്ല, അങ്ങനെ ഇരുന്ന് ഒറ്റ ഇരിപ്പിലങ്ങ് ഇരിക്കുമായിരുന്നു. ഇതാദ്യമായിട്ടാണെന്ന് അവർ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഈ ശക്തി അകത്ത് തുളച്ച് കയറുന്നതും കണ്ണ് തുറക്കാൻ വയ്യാത്തതും ഒക്കെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എത്ര സമയം നിങ്ങൾ ധ്യാനം ചെയ്തു എന്നാണ് വിചാരിക്കുന്നതെന്ന്. ഞാനതിനൊന്നും മിണ്ടത്തില്ല. സാധാരണ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാറിൻ്റെ അടുത്ത് പറയും, പക്ഷേ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ വായേ തുറക്കത്തില്ല, ഞാൻ മിണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 40 നിമിഷമാണ് നിങ്ങൾ എൻ്റെ കൂടെ ധ്യാനം ചെയ്തതെന്ന്. ആ 40 മിനിറ്റ്സ് എന്ന് പറയുന്നത് എനിക്കൊരു 5 മിനിറ്റ്സിൻ്റെ കൂട്ടാണ് തോന്നിയത്. അങ്ങനെ ആയിരുന്നത്. അപ്പം അത്രയ്ക്ക് ഒരു ഇതായിരുന്നു. അപ്പം അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾക്ക് തോന്നിയത് എന്ന്. അതിന് ഞാൻ ഒന്നും മിണ്ടിയില്ല. അങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമ്മൾ ഉത്തരം പറയേണ്ട ആവശ്യമില്ല, നമ്മൾ വായടച്ചിരുന്നാൽ മതി, അദ്ദേഹം തന്നെ ഉത്തരം പറയും. അങ്ങനെ ഞാൻ മിണ്ടാതിരുന്നപ്പം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആസ്ട്രൽ ബോഡിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്ത് ഭയങ്കര സ്ട്രോങ് ആണ്. അദ്ദേഹത്തിൻ്റെ ഓറയൊക്കെ തലയിൽ ഇങ്ങനെ ഗോൾഡൻ കളറിലൊക്കെ കാണും. പക്ഷേ സാധാരണ കണ്ണുകൊണ്ട് കാണുന്നവർക്ക് അതൊന്നും കാണത്തില്ല. അങ്ങനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ ആസ്ട്രൽ ബോഡിയെ നല്ലപോലെ വിരിച്ചു. ഞാൻ എപ്പോഴും അതിനെ ചുരുക്കി വെച്ചേക്കും. ഇപ്പം നിങ്ങൾക്ക് മെഡിറ്റേഷന് വേണ്ടി ഞാൻ അതിനെ വിരിച്ച് നിങ്ങളുടെ പുറത്ത് അതിനെ ഒരു ബെഡ്ഷീറ്റ് പോലെ ഇട്ട് പോർത്തി. അപ്പം എങ്ങനെ ഒരു കോഴിയുടെ കുഞ്ഞിനെ അതിൻ്റെ റെക്കയ്ക്കകത്ത് വെച്ചോ അതുപോലെ എൻ്റെ ആസ്ട്രൽ ബോഡിയെ നല്ലപോലെ ചുറ്റിയിലും വിരിച്ച് അതിനകത്ത് നിങ്ങളെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാഗ്നറ്റ് വെച്ച് അല്ലെങ്കിൽ കോസ്മിക് എനർജി വെച്ച് തുളച്ച് അകത്ത് കയറുന്ന പോലെയും കണ്ണ് തുറക്കാൻ പറ്റാതെയും ഒക്കെ ഇരുന്നത്. അതും ഒരു നല്ല അനുഭവമായിരുന്നു. അപ്പം ഇതാണ് 3ാമത്തെ ദീക്ഷ. ഗുരുവിൻ്റെ അടുത്തിരുന്ന് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട. തൊടുദീക്ഷയോ നയനദീക്ഷയോ ഒന്നും വേണ്ട, കണ്ണടച്ചിരുന്നാൽ മതി. നമ്മൾ അടുത്ത് ഒന്നുമേ ചെയ്യണ്ട, നമ്മൾ മെഡിറ്റേഷനും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി. അദ്ദേഹത്തിൻ്റെ ആ പവർ നമ്മളുടെ അടുത്ത് താനേ വന്നോളൂ. അതേപോലെ യോഗീസ് രാജായുടെ അടുത്ത് നേരത്തെ ഒരു 2 വർഷത്തിന് മുമ്പേ ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സായിട്ട് ഒരു 4-5 ലേഡീസ് ഒന്നിച്ച് പോയി.
അപ്പോൾ രണ്ട് പേരായിട്ട് ഇരുത്തി സമാധി ദീക്ഷ തന്നു. എന്നുവെച്ചാൽ അദ്ദേഹം സമാധിയെക്കുറിച്ചാണ് അന്നത്തെ ക്ലാസ് എടുത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി YMCക്ക് വന്നാൽ മതി, ഞാൻ സമാധി ദീക്ഷ തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടെ 2-3 ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി നിന്നപ്പോൾ രണ്ട് പേരായിട്ട് ഇരുത്തി സമാധി ദീക്ഷ. എൻ്റെ അമ്മോ, സമാധി എന്ന് പറയുന്നത് പതഞ്ജലി യോഗസൂത്രത്തിൽ നിങ്ങൾക്കറിയാം, യമം, നിയമം, ആസനം, പ്രത്യാഹാരം, പ്രാണായാമം, പ്രത്യാഹാരം, അങ്ങനെ 8 എണ്ണം ഉണ്ട്. അതിൽ 7ാമത്തെയാണ് ധ്യാനം, 8ാമത്തെയാണ് സമാധി. ഇപ്പോൾ സമാധി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നിരിക്കുന്ന സ്റ്റേറ്റ്. അപ്പം ഇരിക്കുമ്പോഴേ സമാധി ദീക്ഷ തരാൻ ഇദ്ദേഹം ഇങ്ങനെ ഇരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുൻവശത്തിരുത്തി പറഞ്ഞു, മൂലാധാരത്തിൽ പോകണം, മൂലാധാരത്തിൽ ഗമനത്തിനെ കൊണ്ടുപോകണം, മൂലാധാരത്തിൽ നിന്ന് 10 അടി താഴെ കൊണ്ടുപോകണം. എന്നുവെച്ചാൽ മൂലാധാരവും എർത്തും കണക്റ്റഡാണ്. അപ്പം ഭൂമിയിൽ 10 അടി താഴെ പോയി അവിടെ നിങ്ങൾ ഗമനത്തിനെ ഇരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെയ്ത അടുത്ത നിമിഷം എന്തു പറ്റിയെന്നേ എനിക്കറിഞ്ഞൂടാ. ഒരു 3/4 മണിക്കൂർ പോയി കാണും. പിന്നെ ഇദ്ദേഹം ഓക്കെ ഇപ്പം കണ്ണ് തുറക്കാം എന്ന് പറയുന്നത് കാതി കേൾക്കുന്നു, പക്ഷേ കണ്ണ് തുറക്കാനേ പറ്റിയില്ല. അത്രയും പവറായിട്ടാണ് അദ്ദേഹം നമ്മളുടെ എനർജീനെ മൂലാധാരത്തിൽ നിന്ന് താഴെ കൊണ്ടുപോയി നിർത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിനെ റിലീസ് ചെയ്തിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ ശക്തി നമ്മുടെ ദേഹത്ത് അത്രയ്ക്കുണ്ട്. അതുകൊണ്ട് കണ്ണേ തുറക്കാൻ വയ്യ. പിന്നെ ഇദ്ദേഹം എണ്ണുന്നു, 10, 9, 8, 7 1 വരെ എണ്ണുന്നു. ഇപ്പം പതുക്കെ കണ്ണ് തുറക്കണം എന്ന് പറയുന്നു. 2ാമത്തെ പ്രാവശ്യം പറ്റിയില്ല. 3ാമത്തെ പ്രാവശ്യം കുറച്ച് നേരം കഴിഞ്ഞാണ് തിരിച്ചു എണ്ണുന്നത്. അപ്പോഴും കണ്ണ് തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ആ സമാധി സ്റ്റേറ്റിൽ, ഇപ്പോൾ ഞാനായിട്ട് വിചാരിച്ച ആ സമാധി സ്റ്റേറ്റിലൊന്നും എനിക്കിപ്പോഴൊന്നും പോകാനൊക്കത്തില്ല. പക്ഷേ അതൊരു ഗുരുവിൻ്റെ അസിസ്റ്റൻ്റ്, ഒരു തുണ കൊണ്ടാണ് നമുക്കിതൊക്കെ നടക്കുന്നത്. അങ്ങനെ 4ാമത്തെ പ്രാവശ്യം കണ്ണ് തുറക്കാൻ പറഞ്ഞിട്ടും കണ്ണ് തുറക്കാൻ വയ്യാത്തതുകൊണ്ട് കുറച്ച് അടുത്തുള്ള അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ് വെള്ളം എടുത്ത് മുഖത്തടിച്ച് കുറേ നേരം ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് പ്രജ്ഞ വന്നത്. ഇപ്പം മുക്താനന്ദ പറഞ്ഞ പോലെ കണ്ണിൽ കൂടെ ആ രശ്മികൾ പോയപ്പം അദ്ദേഹത്തിൻ്റെ ദേഹം അങ്ങനെ വിറച്ചു പോയി, ഒരു ഫീലിങ്ങും ഇല്ലാതായിപ്പോയി. അതുപോലെ ഒരു ഗുരു, ശരിക്കുമുള്ള ഒരു ഗുരുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകാൻ പറ്റും. അപ്പം കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്. അപ്പം മനസ്സിൽ ഇപ്പോഴും അതിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഞാനും വിചാരിച്ച് ഞാനും കൂടെ ഒന്ന് നമ്മൾ പ്രേക്ഷകരോട് പങ്കിടാവുന്ന. നന്ദി, നമസ്കാരം.